അച്ഛാ എന്താ മോളെ? അച്ഛൻ ഇത് നോക്കിയേ. അയ്യോ, ഇത് ജ്യോതിയല്ലേ? എന്താ മോളെ ഇവളെപ്പോഴാ ഗൂർഖയായത്? എന്താ ഇതിന്റെ അർത്ഥം? മോക്കാരാ ഇത് അയച്ചത്? ആ അമരാവതിയിലെ രണ്ടാമത്തെ മരുമകളില്ലേ ചിത്ര, അവളാ അയച്ചത്. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അച്ഛാ, അവിടെ ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്. അച്ഛനൊന്ന് വിളിച്ചേ. അയ്യോ, അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ. പ്രിയെ വിളിച്ചപ്പോ ഞാൻ എടുക്കാതിരുന്നതിന് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കുന്നതായിരിക്കും. എന്തായാലും അച്ഛന്റെ. ഹലോ. അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ രാത്രിയിൽ അച്ഛൻ എന്ത് വിശേഷം വരാൻ മോളെ? അവിടെ മോക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ? സുഖാണോ? മോൾ എന്തെടുക്ക അവിടെ? അച്ഛനെന്താ ആളെ കളിയാക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നേ? ആര് കളിയാക്കുന്നു? അച്ഛനോ? അച്ഛൻ നിന്റെ വിശേഷം അറിയാൻ വിളിച്ചതല്ലേ? ചോദിക്കേ. മോളിപ്പോ എവിടാ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ കിടക്കാൻ മുറിയിലേക്ക് വന്നേ ഉള്ളൂ. ഗേറ്റിലാണോ മോളിപ്പോ കിടക്കുന്നത്? അതും സെക്യൂരിറ്റി വേഷത്തിൽ? എന്താ മോളെ ഇതൊക്കെ? സെക്യൂരിറ്റി വേഷത്തിലാ? ആര് പറഞ്ഞു? അയ്യോ, ഞാൻ മുറിയിലാ. അച്ഛന് സംശയമുണ്ടോ? സംശയമുണ്ട്. വേണമെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം. അയ്യോ വേണ്ട അച്ഛ, വേണ്ട. മുറിയിൽ ഇവിടെ നെറ്റ് തീരെയില്ല. അച്ഛനെ ഞാൻ രാവിലെ വിളിച്ചോളാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. മോളെ, എന്താ അച്ഛാ? എനിക്കിച്ചിരി ഓർമ്മക്കുറവും കാഴ്ചക്കുറവുണ്ടെന്നേ ഉള്ളൂ. കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ എനിക്കിപ്പോഴും കുഴപ്പമൊന്നുമില്ല. നീ അവിടെ ഈ രാത്രിയിൽ സെക്യൂരിറ്റി പണിക്ക് നിൽക്കുന്ന ഫോട്ടോ നിന്റെ രണ്ടാമത്തെ മരുമകള് പ്രിയമോളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അത് കണ്ടിട്ടാ അച്ഛനെ വിളിക്കുന്നത്. അപ്പോ അച്ഛനെല്ലാം അറിഞ്ഞൂല്ലേ? ശരി, ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല. ആ ഹിറ്റ്ലറെ എനിക്കൊരു പണി തന്നതാ. ഇന്നൊന്ന് ഗേറ്റിന് കാവല് നിൽക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കാവൽ നിൽക്കാനോ? അയ്യോ, അച്ഛൻ സങ്കടപ്പെടുന്നു വേണ്ട. ഇന്ന് രാത്രി സെക്യൂരിറ്റി ചേട്ടന് ഞാനും കൂടി നല്ല സൂപ്പറായിട്ട് ജോലി ചെയ്യും. മോളെ, അവിടെ നീ അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും അച്ഛന് മനസ്സിലാവുന്നുണ്ട്. മോളെ കാണാൻ അച്ഛനങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ പത്മാവതി അമ്മയോട് ഒന്ന് സംസാരിക്കണോ? അയ്യോ വേണ്ട അച്ഛാ, ഇതിനിടയിലേക്ക് ആ പാവത്തിനെ എന്തിനാ വലിച്ചഴക്കുന്നേ? ഇത് ഞാനും ആ ഹിറ്റ്ലറും തമ്മിലുള്ള ഇടപാടാ. അത് ഞങ്ങള് തന്നെ അങ്ങ് തീർത്തോളാം. എന്നാലും മോളെ. ഓരെന്നാലും ഇല്ല. ഐ ആം വെരി ഹാപ്പി. എനിക്കിവിടെ ഭയങ്കര സന്തോഷ. അച്ഛാ, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, ഞാനും ചോദിക്കട്ടെ. ഹലോ ചേച്ചി, അമരാവതിയിലെ സെക്യൂരിറ്റി ആയിട്ട് ജോലി നോക്കാനാണോ ചേച്ചി ഈ പാട് മുഴുവൻ വിട്ടത്? പ്രിയമോളെ, എനിക്കൊന്നും കേക്കണ്ട ചേച്ചി. ദേ, ചേച്ചി ആ സെക്യൂരിറ്റി പണിയും ടോർച്ചും വലിച്ചെറിഞ്ഞ് വേഗം അങ്ങോട്ട് വന്നോ. ചേച്ചി അവിടെ അവരിട്ട് ദ്രോഹിക്കും. അതുകൊണ്ടാ ഞാനീ പറയുന്നേ. ചേച്ചി തിരിച്ചു വന്നേ. പ്രിയമോളെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇതെനിക്കൊരു പണിഷ്മെന്റ് ആ ഹിറ്റ്ലർ തന്നതാ. അത് കഴിഞ്ഞ് പകരം ഞാൻ ഒരെണ്ണം തിരിച്ചും കൊടുക്കും. ആ ഹിറ്റ്ലർ നിലവിളിക്കുന്നതേ ഞാൻ കേൾപ്പിച്ചേരാം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഒന്നുമില്ല പെണ്ണെ, നീ ഫോൺ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനേ ഈ അമരാവതി വീട്ടിലെ മരുമകളാ. ഈ വീടിന്റെ കാവൽ എന്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ? അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. അത് ശരി, അപ്പൊ മരുമക്കൾ എനിക്കിട്ട് പണി തന്നല്ലേ? കാണിച്ചു തരാം ഈ അമ്മായിയമ്മടത്താനി. മോളെ, നമുക്കിവിടുന്ന് പോവാം മോളെ. ഇല്ലച്ചാ, എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല. ഈ അമരാവതിയോ ഇനി എന്റെ വീട്. ഇവിടുന്ന് ഞാൻ ഇനി എങ്ങോട്ടേക്കും ഇല്ല. വെറും ഒരു ജോലിക്കാരിയായിട്ട് ഇവിടെ ജീവിക്കണോ മോളെ?
ജോലിക്കാരും മനുഷ്യരല്ലേ അച്ഛാ, അവർക്കും അന്തസ്സും അഭിമാനവും ഇല്ലേ? പിന്നെ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര കഷ്ടപ്പാടിലൊന്നും അല്ല ഇവിടെ ജീവിക്കുന്നത്. അച്ഛാ, അച്ഛൻ എന്നെ അറിഞ്ഞൂടെ? ആരെയെങ്കിലും പേടിച്ച് ഞാൻ ഇന്നുവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവർക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഇവരുടെ അമ്മായിയമ്മയാ. പിന്നെ അച്ഛനെപ്പ എന്നെ ഈ അവസ്ഥയിൽ കണ്ടത് അത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാ അച്ഛാ, അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ഒരു പെൺകുട്ടി മരുമകളായിട്ട് വരുമ്പോ കയറി വരുന്ന വീട് അവള് സ്വന്തം വീടായി കാണില്ലേ അച്ഛാ? ഞാനും അത്രേ ചെയ്തുള്ളൂ. എന്റെ വീടല്ലേ ഇത്. ഈ വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ട ചുമതല എന്റേതല്ലേ? പിന്നെ ഞാനിവിടെ ജീവിക്കുന്നതിന് ഇവരുടെ ഒന്നും അനുവാദമോ അംഗീകാരമോ എനിക്ക് ആവശ്യമില്ല. അച്ഛൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നതാണോ മോളെ? അല്ലച്ചാ, ഞാനിവിടെ എന്ത് ജോലിയും ചെയ്യും. അതിനെല്ലാം എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. എന്റെ അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിവിടെ ഒരു സങ്കടവും ഇല്ല. പിന്നെ ഞാൻ വിചാരിക്കാതെ ഇവർക്കൊന്നും എന്നെ തോൽപ്പിക്കാനേ പറ്റില്ല. മോളെ, നീ പറയുന്നൊക്കെ സത്യമാണോന്നൊന്നും അച്ഛൻ അറിഞ്ഞൂടാ. എന്നാലും അച്ഛന് മോളെ ഇങ്ങനെ കാണാൻ വയ്യ. നിന്റെ ഇഷ്ടം നോക്കാതെ അച്ഛനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ മോൾക്ക് സുഖാണെന്ന് അന്വേഷിക്കാനും നിങ്ങളെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കാനും ഒക്കെയാ അച്ഛൻ വന്നത്. പക്ഷെ വന്നപ്പോ കണ്ട കാഴ്ച അച്ഛനെ തളർത്തിക്കളഞ്ഞു. അച്ഛൻ പോവാ. മനസ്സൊന്ന് ശാന്തമാകുമ്പോ അച്ഛൻ വരാം. പത്മാവതി അമ്മയോട് അച്ഛൻ വന്നിരുന്നു മോളൊന്ന് പറഞ്ഞാ മതി. അച്ഛാ, മോള് പറഞ്ഞു നോക്കി, അച്ഛന് വിശ്വാസമാ. പോയിട്ട് വരാം. എന്താടി അച്ഛനെ തനിയെ വിട്ടത്? നിനക്ക് കൂടി അങ്ങ് പോവായിരുന്നില്ലേ? അഴുക്ക് വെള്ളത്തിൽ മുക്കിയി മോപ്പ് വെച്ച് നിന്റെയൊക്കെ മോന്തയ്ക്കൊരു കറക്ക് കറക്കാനുണ്ടല്ലോ. ഈ വാരി പൂശിയ മേക്കപ്പ് എല്ലാം കൂടി അതിനകത്തിരിക്കും. കാണാം. വാടി. അച്ഛൻ സങ്കടപ്പെട്ടിട്ടാ പോയത്. DKയുടെ യഥാർത്ഥ ഭാര്യയായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവളുമാരുടെയൊക്കെ അമ്മായി അമ്മയായി തന്നെ അധികാരത്തോടെ ഇവിടെ ജീവിക്കും. 3 എണ്ണത്തിനെ മൂക്കുകൊണ്ട് ഇക്ഷ വർപ്പിക്കും. ഒരു ഹിറ്റ്ലറും അയാളുടെ ഒരു 7 മാങ്ങാത്തൊലി കണ്ടീഷനും. എന്റെ ഈശ്വര, ഇവിടെ കിടന്ന് ചാവാനാണോ എന്റെ വിധി? അതിന്റെ കൂടെ ഇനി തറയെ കിടന്ന ഇവിടുന്ന് തന്നെ ആശുപത്രിയിലോട്ട് എടുക്കേണ്ടി വരും. ഈ കട്ടിലിൽ കയറി കിടന്നാലോ? ഹിറ്റ്ലറിന്റെ കുളി തീരാൻ ഇനിയും സമയമെടുക്കും. ഒരു കാര്യം ചെയ്യാം, ഈ ബെഡിൽ കയറി കിടക്കാം. എന്നിട്ട് ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം. നോക്കട്ടെ അയാൾ എന്നെ എന്ത് ചെയ്യും.
അയാളുടെ ഒരു ഉറക്കം. നീ എന്തേ കാണിക്കുന്നേ? രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ് നിങ്ങളെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിങ്ങൾ മറച്ചുവെച്ച രഹസ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ടിട്ട് എന്റെ മുമ്പിൽ വന്നു പൊലമ്പരുത്. രഹസ്യം മനസ്സിലാക്കി പോലും. പോയി കിടന്നുറങ്ങാൻ നോക്ക്. നമുക്ക് രാവിലെ സംസാരിക്കാം. വേണ്ട, എനിക്കിപ്പൊ സംസാരിക്കണം. എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തന്നേ പറ്റൂ. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? അവിനാശ് നിങ്ങളുടെ ആരാ? അവിനാശും അയാളുടെ ഭാര്യയും നിങ്ങളോടും ഈ കുടുംബത്തോടും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. അയാൾ നിങ്ങളുടെ ബന്ധുവാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ ആരാണെന്ന് ഞാൻ അറിയുമെന്ന് കരുതിയിട്ടാണ് അയാളെയും ഭാര്യയും ഹണിമൂണെന്നും പറഞ്ഞു വിട്ടത്. ഒരു കാര്യം രണ്ടു തരത്തിൽ പറയുന്ന സ്വഭാവം എനിക്കില്ല. നിന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്ന ഞാൻ എന്താണോ അതാ എന്റെ യഥാർത്ഥ സ്വഭാവം. ഏതോ ഒരു ഫോട്ടോ കണ്ടെന്ന് കരുതി എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദ്യം ചെയ്യാൻ നിനക്ക് എന്ത് അവകാശം? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. ഞാൻ ചെയ്തതൊക്കെ എന്റെ ശരികൾ മാത്രമാണ്. തന്റെ ഒരു ശരി. മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്നെ വിധിയാക്കാൻ ഇനി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. അല്പം മുമ്പ് അവൻ വന്ന് പറഞ്ഞിട്ട് പോയതോ അത് തന്നെയാ. ഞെട്ടണ്ട, അല്പം മുമ്പ് അവൻ താഴെ വന്നിട്ട് പോയി. എന്നോട് അവൻ എല്ലാം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. ബേക്കറിക്കാരി, ഒന്ന് നീ മനസ്സിലാക്കണം. കൺമുന്നിൽ കാണുന്ന എല്ലാ കാഴ്ചകളും സത്യമാവണമെന്നില്ല. അവിനാശ് നിന്റെ അനിയത്തെ ശല്യപ്പെടുത്തി. അവനിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് നീ എന്നോട് അപേക്ഷിച്ചു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? അവൻ എന്റെ ബന്ധുവാണെന്ന് പറയണോ? അതോ അവനിൽ നിന്ന് നിന്റെ അനിയത്തെ രക്ഷിക്കണോ? എനിക്ക് നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷനും കേൾക്കണ്ട. അവനും നിങ്ങളും തമ്മിൽ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നതിൽ എന്ത് വ്യത്യാസമുള്ളത്? എനിക്കൊന്നും തോന്നുന്നില്ല. പ്രിയയുടെ ജീവിതം വെച്ച് അവൻ കളിക്കാൻ നോക്കി. നിങ്ങളോ പ്രിയയെ കിഡ്നാപ്പ് ചെയ്ത് എന്റെ ജീവിതം വെച്ച് കളിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. ആ ഫ്രോഡിനും എന്നെ തമ്മിൽ നീ കമ്പയർ ചെയ്യരുത്. നിന്നെ സഹായിച്ചതിപ്പോ എന്റെ കുറ്റമായി പോയോ? എത്ര വലിയ ആരോപണങ്ങൾ നീ എന്റെ നേരെ ഉന്നയിച്ചാലും ഐ ഡോണ്ട് കെയർ. കാരണം ഞാൻ ചെയ്തത് ശരി തന്നെയാ. അതല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു എന്ന് നീ തെളിയിക്കണം. എന്നിട്ട് നിനക്ക് ഇവിടുന്ന് പോകാം. അതല്ലെങ്കിൽ എന്റെ കണ്ടീഷൻസ് അനുസരിച്ച് എല്ലാ ടോർച്ചറും സഹിച്ച് നീ ഇവിടെ തന്നെ ജീവിക്കണം. നിങ്ങളെ ഞാൻ കൊല്ലും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ ചതിച്ച് കല്യാണം കഴിച്ചിട്ടും നീ ഈ വീട് ഉപേക്ഷിച്ചു പോയി. നീ ഇവിടേക്ക് തിരിച്ചു വന്നത് പണത്തിന് വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം. ആ നിനക്ക് എന്റെ മേൽ ഒരവകാശവുമില്ല. ഗെറ്റ് ഔട്ട്. എന്റെ ഈശ്വര, ഈ വൃത്തികെട്ട ഹിറ്റ്ലറുടെ പുലിമടയിൽ കുടുങ്ങി പോയല്ലോ ഞാനൊരു പൊട്ടി. എന്നെ കൊണ്ട് നിങ്ങൾ ഈ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യിപ്പിച്ചു. ചതിയനാ നിങ്ങളുടെ ചതി തെളിയിക്കാൻ ഇതുവരെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് തെളിയിക്കും. അന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിനെല്ലാം മറുപടി പറയിപ്പിക്കും. നോക്കിക്കോ. അതെന്തിനാ ഏകാദശി ദേവിയോട് ചോദിക്കുന്നത്? അമ്മയുടെ മോന ഹിറ്റ്ലറിനോട് ചോദിച്ചാ പോരെ? കുരുത്തം കെട്ടവളെ, നീ അവനേക്കാൾ ഒട്ടും മോശമല്ലല്ലോ. അവൻ എന്ത് പറഞ്ഞാലും അത് കയറി ചൊറിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലല്ലേ? These 3 days, no ചൊറിയൽ, no മാന്തൽ, ഒള്ളി പ്രാർത്ഥന. ഈശ്വര, ജീവിതത്തിൽ ഇതുവരെ ഒരു നേരം പോലും ഞാൻ വ്രതം എടുത്തിട്ടില്ല. ഈ വനവാസത്തിനും ഉപവാസത്തിനും കുറവില്ലല്ലോ എന്റെ ഭഗവാനെ. അതും 3 ദിവസം പട്ടിണി കിടന്നെന്റെ ഊപ്പാട് വരും. ബേട്ടി, വിഷമിക്കണ്ട കേട്ടോ. മൈ സൺ ഈസ് നോട്ട് എ ദുഷ്ടൻ. നീ അവനെ ശത്രുവായി കാണുന്നതാ കുഴപ്പം. നീ അവനെ ഒന്ന് ലവ് ചെയ്ത് നോക്ക്.
അവനും ലവ് ചെയ്യും. ആ കാട്ടുപോത്തിനെ ഞാൻ ലവ് ചെയ്യാനോ? വേണ്ട വേണ്ട, അതിനേക്കാൾ നല്ലത് ഈ യഥാർത്ഥ പോത്തിനോട് വേദം ഒതുന്നതാ. അയ്യോ, എനിക്ക് വിശക്കണേ. എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ താമ. നിനക്കേ ഞാൻ ഒന്നാന്തരം ജ്യൂസ് ഉണ്ടാക്കി തരാം. യു കം വിത്ത് മീ മോളെ. എങ്ങോട്ട്? ഐ നോ. കം ബേട്ടി, കം. ആ ഹിറ്റ്ലർ ദുഷ്ടനല്ല പോലും. പാവം, അമ്മയ്ക്ക് എന്തറിയാം? സ്വന്തം ഭാര്യയെ കൊന്ന ദുഷ്ടനോ? എനിക്കതുപോലെ ഒന്നും ചാവാൻ വയ്യ. ഇന്നത്തെ ദിവസം ബേട്ടി ഈ ഓർണമെന്റ്സ് ഇട്ട് വേണം പൂജ ചെയ്യാൻ. അയ്യോ, ഇത്രയും ആഭരണങ്ങളോ? കൊള്ളാം, സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ഇരിക്കും. നോ നോ മൈ ഡോട്ടർ, ഗേൾസ് ഓർണമെന്റ്സ് വേണ്ടെന്ന് പറയാൻ പാടില്ല. നീയേ ഡിക്കയുടെ ഭാര്യ, അതിന്റെ അന്തസ്സും പ്രൗഢിയും വേണം നിനക്ക്. അമരാവതിയിലെ മരുമകളുടെ സൗന്ദര്യം എല്ലാവരും പുകഴ്ത്തട്ടെ. അതെ, ഈ മല ഈ മല ഈ മല നല്ല ഭംഗിയാവും. You are my daughter-in-law of Padmavati Amma. You understand? ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലേ? ആ, ഇതൊക്കെ പഴയ ഫാഷനാ. അമ്മേ, ആർക്കാ ഈ ആഭരണങ്ങളൊക്കെ? എന്റെ മരുമോക്ക്, അല്ലാതെ ആർക്കാ? അത് കൊള്ളാം. എന്നെ നരകത്തിൽ തീയിലിട്ട് ഫ്രൈ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് തന്നെ അമ്മ ഇതെല്ലാം കൊടുക്കണം. എനിക്കങ്ങനെ ആഭരണങ്ങൾ ഇട്ട് നടക്കാൻ ഒട്ടും ആഗ്രഹമില്ല. സന്തോഷം, രക്ഷപ്പെട്ടു. അമ്മ ഇതൊക്കെ തിരികെ കൊണ്ടുവച്ചേക്ക്. അർഹതയുള്ള വല്ലവർക്കും കൊടുക്കാം. ദേവാ, നോ ഇൻസൾട്ടിങ് മൈ മരുമകൾ. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ ഇപ്പൊ ഈ ബേക്കറിക്കാരി അണിയിക്കേണ്ട ഒരു കാര്യമില്ല. വെറുതെ സമയം വേസ്റ്റ് ആവും. അത് ശരി, അപ്പോ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണല്ലേ? പ്രായം കുറവാണെങ്കിലും ഈ വീട്ടിലെ അമ്മായിമ്മയുടെ സ്ഥാനത്താ ജ്യോതി. അതെ അതെ, അമ്മായിയമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതേ വളരെ നല്ലതാ. മടിക്കണ്ട. ഇതാണോ ഗ്ലാമർ? ഇത് ചുമ്മാ നോക്കൂത്തി കുടുപ്പിട്ട പോലെ. നോക്കൂത്തി തന്റെ കൂൾ ജ്യോതി, കൂൾ. ആവശ്യം നിന്റേതാ. ക്ഷമിക്ക്, കുറച്ചുകൂടി ക്ഷമിക്ക. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അതെ, ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഡിവോഴ്സ് പേപ്പറിൽ ഇപ്പൊ തന്നെ ഞാൻ ഒപ്പിട്ട് തരണം. കുന്തം. സമയമാകുമ്പോ ഞാൻ തന്നെ അതാദ്യം ചെയ്തോളാം. ഇതല്ല. പിന്നെ നിങ്ങളുടെ മരുമക്കളുടെ മുമ്പിൽ എന്റെ മാനം പോവാതെ ഒന്ന് രക്ഷിച്ചു തരണം. ഓ, അപ്പൊ അതിന് എന്റെ സഹായം വേണം. ആട്ടെ, എന്ത് സഹായം ഞാൻ ചെയ്യേണ്ടത്? ഇടിച്ചു പിഴിഞ്ഞ പായസം അതുണ്ടാക്കാൻ എന്നെ സഹായിക്കോ?
എന്തിന്? ഏകാദശിയുടെ ചടങ്ങാത്രേ. എങ്ങനെയാ ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കുന്നത്? എനിക്ക് വേണ്ടി നീ പൂജ ചെയ്യുന്നതേ എനിക്കിഷ്ടമല്ല. എന്നിട്ട് ഇനി പായസം ഉണ്ടാക്കാനുള്ള റെസിപ്പിയും ഞാൻ തന്നെ പറഞ്ഞു തരണം. നീ പോയി വല്ല പാചകക്കാരോട് ചോദിക്കും. പാചകക്കാരനോടല്ലേ ഞാൻ ചോദിച്ചത്. എന്താ പറഞ്ഞത്? അല്ല, ഈ പാചകം ചെയ്യുന്നവരെ ആ പേരിലല്ലേ വിളിക്കുന്നതെന്ന് പറയായിരുന്നു. ഞാനേ DK റെസ്റ്റോറന്റിന്റെ മുതലാളിയാ. ആഹാ, നിങ്ങൾ അവിടെ ഏപ്രിലും കെട്ടി അടുക്കള കയറി പാചകം ചെയ്യുന്നതേ ഞാൻ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതെന്റെ ഹോട്ടലാ. ആ, ഇത് നിങ്ങളുടെ വീടാ. നീ പൂജ ചെയ്യുന്നതിന് ഞാൻ പായസം ഉണ്ടാക്കില്ല. അപ്പൊ പിന്നെന്താ ചെയ്യാ? നീ നിർത്തിയേക്ക്. എന്ത് പൂജയോ അതോ പായസം ഉണ്ടാക്കുന്നതോ? രണ്ടും. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു സാധനം. ഇയാള് ഞാന് ആ ഹിറ്റ്ലറിന്റെ ഒരു ബിൽഡപ്പ് കണ്ടില്ലേ? ഒരിക്കലും പായസം ഉണ്ടാക്കാൻ അയാൾ എന്നെ സഹായിക്കാൻ പോകുന്നില്ല. എങ്ങനെ ഇപ്പൊ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കുക? എന്തൊക്കെയാ ഇടിച്ചു പിഴിയണ്ടേ? എന്റെ ഏകാദശി ദേവി, ഒരു ഗംഭീര പായസം ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കാന്ന് അങ്ങേരെ വെല്ലുവിളിക്കാൻ ഞാൻ ചെയ്തു. എന്താ ഇപ്പൊ ഒരു വഴി? യൂട്യൂബ് തന്നെ ശരണം. ഇടിച്ചു പിഴിഞ്ഞ പായസം യൂട്യൂബിൽ കാണാതിരിക്കില്ലല്ലോ. കേട്ടില്ല, പായസം ഉണ്ടാക്കി ഈ ജ്യോതി ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. ഇടിച്ചു പിഴിഞ്ഞ പായസം. ഈ പായസം ഉണ്ടാക്കി ജ്യോതി ആരാണെന്ന് ഞാൻ കാണിച്ചു. ഇടിച്ചു പിഴിഞ്ഞ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? ഞാനിവിടെ കുറച്ച് പായസത്തിനുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സ്റ്റൗ കത്തിക്കുക. ഓ, കത്തിക്കാലോ. ഈ സ്റ്റൗവിലേക്ക് നമുക്കിനി വിസ്താരമുള്ള ഒരു പാത്രം എടുത്തു വെക്കാം. പാത്രല്ലേ? ഇനി പായസം ഉണ്ടാക്കാനായിട്ട് ഇനി പറയുന്ന സാധനങ്ങളെല്ലാം എടുത്ത് തയ്യാറാക്കി വെക്കുക. എന്തൊക്കെ സാധനങ്ങളാ ചേച്ചി? ആദ്യം നെയ്യ്. നെയ്യല്ലേ? നെയ്യ്, ബദാം. ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ്. നിക്കേച്ചി ഒന്ന് എടുത്തോട്ടെ. കിസ്മിസ്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. എന്ത് സാധനം? നിന്റെ ജോലി ഇതുവരെ തീർന്നില്ലേ? അതെങ്ങനെയാ? അടുക്കള വൃത്തിയാക്കി തീർന്നു കാണത്തേ ഉള്ളൂ. കിച്ചൺ ഇവള് യുദ്ധക്കളമാക്കി മാറ്റി കളഞ്ഞില്ലേ താരേച്ചി? തൊട്ടതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന ഇവളെ കൊണ്ട് എങ്ങനെ പൂജ ചെയ്യിക്കാൻ പറ്റും? ആ, നീ ഒരു കാര്യം ചെയ്യ. നിന്നെ കൊണ്ട് പൂജ ചെയ്യാൻ പറ്റില്ലാന്ന് അമ്മയോട് പറഞ്ഞേക്ക്. എന്നിട്ട് ഒരു മൂലയിൽ പോയി മിണ്ടാതിരിക്കും. ഏകാദശി പൂജ ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, നിനക്കെന്താ അർജന്റായിട്ട് ലീവ്? എന്റെ ഭാര്യയും ഏകാദശി വ്രതം എടുക്കുന്നുണ്ട് സർ. പൂജ തീരുമ്പോ മധുരം നൽകി ഉപവാസം അവസാനിപ്പിക്കേണ്ടത് ഭർത്താവായ ഞാനല്ലേ സർ. അതിനാ ലീവ് ചോദിച്ചത്. അതാണോ കാര്യം? ഡ്രൈവർ ബേട്ട, യു ഗോ. ലീവ് പെർമിറ്റഡ്. താങ്ക് യു മാഡം. താങ്ക് യു സർ. അമ്മേ, ആവശ്യമില്ലാതെ അവനെന്തിനാ ലീവ് കൊടുത്തേ? അവൻ പറഞ്ഞ നീ കേട്ടില്ലേ? അവന്റെ ഭാര്യയുടെ ഉപവാസം അവസാനിപ്പിക്കാനേ അവൻ അവിടെ വേണം. അതുപോലെ ജ്യോതിയുടെ ഉപവാസം മധുരം കൊടുത്ത് അവസാനിപ്പിക്കേണ്ടത് നീയാ. ഞാനോ? ആ, നീ തന്നെ. ആ, പിന്നെ ഒരു കാര്യം, പൂജ തീരും വരെ നീ ഈ വീടിന് പുറത്തു പോകാൻ പാടില്ല. അമ്മ, എനിക്ക് ചില അർജന്റ് മീറ്റിംഗുകളുണ്ട്. നോ നോ, ഇന്ന് നിനക്ക് നോ മീറ്റിംഗ്. മദർ ഓർഡർ. മൈ സൺ ഒബേ. യു അണ്ടർസ്റ്റാൻഡ്? അമ്മേ, നോ ക്വസ്റ്റ്യൻ, നോ ആൻസർ. യു സിറ്റ് ഹിയർ, ഐ കം. എടാ, മനസ്സിലായില്ലേ? നീ ഇരിക്കെ, അമ്മ ഇപ്പൊ വരാന്ന്.
ഇവന്റെ ഒരു കാര്യം. ആ ബേക്കറിക്കാർക്ക് ഞാൻ മധുരം നൽകി ഉപവാസം അവസാനിപ്പിക്കണം പോലും. നടന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഉപവാസം അവസാനിപ്പിക്കാൻ അവൾ ഇത്തിരി വേർക്കും. ആ ബേക്കറിക്കാരുടെ പാട്ട് കേട്ടില്ലേ? നമ്മളെ ഉദ്ദേശിച്ച് പാടുന്നതാണോ? ഏയ്, അവള് വായി തോന്നുന്നത് പാടുന്നതാ. നമുക്ക് വന്ന കാര്യം നടത്തിയിട്ട് വേഗം സ്ഥലം വിടാം. ഇത് തന്നെ സാധനം. ഇപ്പുറത്തെ സൈഡിലൂടെ. ഓക്കെ, അവളെ ഈ ലിപ്സ്റ്റിക് തേച്ചു കഴിഞ്ഞാ ചുണ്ടുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ അവൾക്ക് വായ തുറക്കാനും പറ്റില്ല, ഏകാദശി മഹാത്മ്യം വായിക്കാനും പറ്റില്ല, പൂജയും ചെയ്യില്ല. മായച്ച് തന്നെ ഈ കൊല്ലവും പൂജ ചെയ്യും. അടിപൊളി. അതോടെ വിളിച്ചിട്ട് വാ. വേഗം പൊക്കോ, വേഗം വേഗം. അല്ലെങ്കിൽ വാ, ഇങ്ങോട്ട് വാ. ഇവിടെയല്ല, അങ്ങോട്ട് ചെല്ലും. അമരാവതിയിലെ എന്റെ അവകാശമാ നീ കവർന്നെടുത്തത്. വായിക്കും മോളെ. അതെ അതെ, ഇനി എന്തിനാ ലേറ്റ് ആവുന്നത്? മോള് വായിക്കേ. മയിലിക്ക് കണ്ണ എല്ലാം വെരി ഗുഡ് ആക്കി തരണേ. ബേട്ടി, ഇനി തുടങ്ങിക്കോ. വായിക്കും മോളെ. മോളെ വായിക്കേ.